പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ iP100 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. കാർട്രിഡ്ജ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിലെ ബട്ടൺസ് എന്തിനൊക്കെ ഉപയോഗിക്കാം, അതേപോലെ എങ്ങനെയൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രിൻ്ററിലുള്ള പവർ ഓഫ് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഓഫ് ആക്കുക ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാർട്രിഡ്ജിൽ ഇങ്ക് തീരുന്നതാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും കാർട്രിഡ്ജ് റീഫിൽ ചെയ്യരുത്. സിറിഞ്ച് വെച്ചാണ്ട് കാർട്രിഡ്ജിലേക്ക് മഷീൻ നിറക്കുക, അല്ലെങ്കിൽ കാർട്രിഡ്ജ് സർവീസ് ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒറിജിനൽ കാർട്രിഡ്ജ് തന്നെ ഉപയോഗിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ബെൻഡ് പേപ്പർ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പേപ്പർ ഉപയോഗിക്കരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മോഡൽ പ്രിൻ്ററിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോസി പേപ്പർ പ്രിൻ്റ് ചെയ്യാം, അതേപോലെ നോർമൽ പ്ലെയിൻ പേപ്പറും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ അതേപോലെ ഡോറുണ്ട്, അത് ഓപ്പൺ ചെയ്ത് വെക്കണം. ഇവിടെ 2 ബട്ടണാണ് പ്രിൻ്ററിന് വരുന്നത്. ഒന്ന് പവർ ബട്ടൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ കാണുന്നത് സ്റ്റോപ്പ് റീസെറ്റ് ബട്ടണാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും എറർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എറർ പോകാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് റീസെറ്റ് ബട്ടൺ വരുന്നത് റൈറ്റ് സൈഡത്തെ. അതേപോലെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യുന്നതിൽ ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ടും ആ ബട്ടൺ ഉപയോഗിക്കാം. പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ നോർമൽ A4 പ്ലെയിൻ A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആ ട്രേയിലേക്ക് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ വെക്കണം. കണ്ടില്ലേ? അത് ഇവിടെ നിങ്ങൾക്ക് പേപ്പർ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ട്രേ ലോക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് 6x4 പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഏത് പേപ്പർ വെക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി പേപ്പർ വെക്കണം. സപ്പോസ് ഇതേപോലെ പ്ലെയിൻ പേപ്പർ വെച്ചതിന് ശേഷം ഈ ലിവർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതേപോലെ പേപ്പർ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് ഇവിടെയാണ്. കാർട്രിഡ്ജ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഈ ഡോർ ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ പ്രിൻ്റർ ഓഫ് ചെയ്താണ്ട് ഈ കാരേജ് മൊഡ്യൂൾ വലിക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ നമ്മൾ ഓൺ കണ്ടീഷനിലാണെങ്കിൽ തന്നെ വലിക്കരുത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റർ ഇവിടെ സെൻട്രൽ കാരേജ് വന്ന് നിൽക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും കാർട്രിഡ്ജ് റീഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് ചെയ്യുകയോ ചെയ്യരുത്. അത് പ്രിൻ്ററിന് ഡാമേജസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ സെൻട്രൽ കാരേജ് വന്ന് നിൽക്കും. 36-35 സീരീസ് കാർട്രിഡ്ജാണ് വരുന്നത്. ഇപ്പോൾ സപ്പോസ് കളർ കാർട്രിഡ്ജാണ് കഴിഞ്ഞതെങ്കിൽ ഇതേപോലെ കാർട്രിഡ്ജ് ജസ്റ്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് പുതിയ കാർട്രിഡ്ജ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്താണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ലോക്കായിട്ടുണ്ടാവും. ഇനി ബ്ലാക്ക് കാർട്രിഡ്ജ് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. 35 സീരീസ് ബ്ലാക്ക് കാർട്രിഡ്ജാണ് വരുന്നത്. അത് ഇതേപോലെ എടുത്തതിന് ശേഷം പുതിയ കാർട്രിഡ്ജ് ഇതേപോലെ ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്താണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് ഉണ്ടാവും. എന്നിട്ട് ഈ മുകളിൽ കാണുന്ന പ്രിൻ്ററിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റർ തന്നെ ഇനീഷ്യലായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റഡ് ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ വാണിംഗ് ലൈറ്റ് ഓൺ ആവും. ഞാൻ ജസ്റ്റ് ഡോർ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് സെൻറ്ററിൽ നിന്നും കാരേജ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് കൊടുത്തു, പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളെ ഡോക്യുമെൻ്റ് ഏതും ഈ മോഡൽ പ്രിൻ്ററിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻ്റ്. അപ്പം ഇത് കളർ ഡോക്യുമെൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് കൺട്രോൾ പിൻ അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ പ്രിൻറ്റിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നു. ഇവിടെ നിങ്ങളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. സിമ്പിൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡയറക്റ്റ് ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും. ഇനി നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആദ്യം മീഡിയ ടൈപ്പ്, ഏത് ടൈപ്പ് പേപ്പറാണ് നിങ്ങൾ ട്രയൽ വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ, അല്ല ഗ്ലോസി പേപ്പർ ആണെങ്കിൽ ഗ്ലോസി പേപ്പർ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും ക്വാളിറ്റി ഉണ്ടാവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങൾക്കൊരു ഗ്ലോസി മാറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റ് എടുത്താൽ ഒരിക്കലും ഗ്ലോസി പേപ്പർക്കുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. അത് ഗ്ലോസി പേപ്പർ തന്നെ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പേപ്പർ സോയ്സ് ആണ്. ഇതിനാകൊരു ട്രേ ഉള്ളൂ, അത് റിയൽ ട്രേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രിൻ്റ് ക്വാളിറ്റി ഏതാണ് വേണ്ടതെന്നാണ്. ഇവിടെ 4 ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ക്വാളിറ്റി കൂടുതലായിരിക്കും, പക്ഷേ പ്രിൻറ്റിങ് സ്പീഡ് കുറവായിരിക്കും. അതേപോലെ കാർട്രിഡ്ജിൻ്റെ മൈലേജും കുറവായിരിക്കും. പിന്നെ ഫാസ്റ്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് പ്രിൻറ്റിങ് കഴിക്കാരം, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. മൈലേജ് കൂട്ടാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന സെറ്റിങ്സാണ് ഫാസ്റ്റ്. നമ്മൾ നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡ് സെറ്റിങ്സാണ് ഉപയോഗിക്കാറ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക. പിന്നെ കളർ ഡെൻസിറ്റി കുറക്കോ കൂട്ടോ വേണം നിങ്ങൾക്ക് ഇവിടെ മോർ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറക്കാനും കൂട്ടാനും സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് കളറുണ്ട്, ലൈറ്റ് സിയാനും ഒക്കെ കളറുകളുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. നോർമലി ഓട്ടോ തന്നെ നിന്നോട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രേ സ്കെയിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് സെറ്റപ്പിൽ പോവാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ പേജ് സൈസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. A4 ആണോ, 4:6 ആണോ, 5:7 ആണോ, 8:10 ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മെൻഷൻ ചെയ്യാം. A3+ കാണിക്കുന്നുണ്ട്, ഒരിക്കലും അത് പ്രിൻറ്റ് ചെയ്യൂല. കാരണം ഈ സെറ്റിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള കോമൺ എല്ലാ പ്രിൻ്ററിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് A3+ഉം വന്നിട്ടുള്ളത്. പിന്നെ ഓറിയൻറ്റേഷൻ ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഡ്യൂപ്ലെക്സ് സാധ്യമല്ല. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതായത് ആദ്യം ഒരു പേജ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പേജ് തിരിച്ച് വെച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ഇവിടെ ഈ മെയിനിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഓക്കെ എന്ന് കൊടുത്തുകൊണ്ട് ഈ പ്രിൻറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ എന്നുള്ളത് എത്ര കോപ്പീസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ മെൻഷൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത പോലത്തെ സെറ്റിങ്സ് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ ഓക്കെ എന്നുള്ളത് കൊടുത്തു. അപ്പം നമുക്ക് പ്രിൻ്ററിൽ കാണാൻ സാധിക്കും നമ്മൾ പ്രിൻ്റ് കൊടുത്ത ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇത് നോർമൽ ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ മൈലേജ് കിട്ടില്ല. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.